ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മളിപ്പോൾ കുറേ ആയി വീഡിയോ ആയിട്ട് വന്നിട്ട് 2-3 മാസമായി. അത് മനഃപൂർവ്വം അല്ല, മറ്റേവർ പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാണല്ലേ. അതായത് നമുക്കിപ്പോൾ പുതിയ കിറ്റുകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. വാൾ ഫാൻ റിമോട്ടിൽ വന്നിട്ടുണ്ട്, സീലിംഗ് ഫാൻ്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ട്, കട്ട് ചെയ്ത മോഡൽ വന്നിട്ടുണ്ട്. ഇതൊന്നും പരിചയപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒത്തിരി ഫോണും 3 ഫോണുണ്ട്, അത് നിൽക്കാതെ മെസ്സേജും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓർഡർ ആണെങ്കിലും കുറച്ച് തിരക്കും പറ്റും. കുറേ കസ്റ്റമർക്ക് നമുക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല, കുറേ ഹോൾഡ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യങ്ങൾ ഇതിലൂടെ കടന്നുപോയി. അപ്പോൾ നമ്മൾ ഈ 1-ാം തീയതി മുതൽ ഡെയിലി ഡെസ്പാച്ചാണ്. ഇന്നത്തെ ഓർഡർ നാളെ ഡെസ്പാച്ച് എന്നുള്ള രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. കുറച്ച് പെൻഡിങ് കയറിയിട്ടുണ്ടായിരുന്നു, സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ ബ്രാഞ്ചൊക്കെ ഇപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറത്തും ഇപ്പോൾ പുതിയൊരു ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. പിന്നെ അതേപോലെ കരിങ്കല്ലത്താണിയിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലക്കാട് ഓപ്പൺ ആവുന്നുണ്ട്, എറണാകുളത്ത് ഇപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്. വൈഡായിട്ട് ചെയ്താലേ ഇപ്പോൾ നമുക്ക് ഡെസ്പാച്ച് കറക്റ്റിന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ആയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം. കംപ്ലീറ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇനി കാര്യങ്ങൾ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ആറ്റംബർഗ് പോലത്തെ ബ്രാൻഡഡ് ഫാനുകൾ ഉണ്ടാവുമല്ലോ, അവരെ കംപ്ലൈൻ്റ് ഉള്ള ബോർഡുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ബ്രാൻഡഡ് കമ്പനികളൊന്നും വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് കിട്ടാത്തൊരു ബുദ്ധിമുട്ട് പല കസ്റ്റമറും വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ബോർഡുകളും നമ്മുടെ അടുത്തുണ്ട്. അതേപോലെ തന്നെ നാനോ മോഡൽ ചെറിയ ടൈപ്പ് മോട്ടറുള്ള വരുന്നില്ലേ, അതിൻ്റെ ബോർഡും നമ്മുടെ അടുത്തുണ്ട്. ഇതിപ്പോൾ കിറ്റിൽ വന്നിട്ടുള്ളതാണ്. ആ ടൈപ്പ് ബോർഡുകളും ഉണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് കോയിലിൻ്റെ പോള് എന്ന് പറയുന്നത്. ഇത് 18 എണ്ണം ഉണ്ടാവണം, എന്നാലേ നമ്മുടെ ബോർഡ് സൂട്ടാവുള്ളൂ. 24 വോൾട്ടിൻ്റെ കോയിലാണ് ഉണ്ടാവുക. കോമൺ ആയിട്ട് വരുന്നതൊക്കെ 24 ആണ്. റിമോട്ടും എക്സ്ട്രാ വേണ്ടി വരും, കാരണം നിലവിൽ അത് IR റിമോട്ടേക്കാണ്. അപ്പോൾ RF ആകുമ്പോൾ നമ്മളെ പ്രോഗ്രാമുള്ളത് RF വരുന്നത്. ഈ റിമോട്ടും ഈ ഒരു ബോർഡും നമുക്ക് കൊടുത്തിട്ട് പഴയ കംപ്ലൈൻ്റ് ഉള്ള ഫാന് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇന്നർ ടൈപ്പ് ആവും ബോർഡ് വരുന്നത്. നമ്മൾ എക്സ്റ്റേണലാണ്, പുറത്ത് വരുന്ന ഔട്ടർ ടൈപ്പാണ്, ബോർഡിൻ്റെ പുറത്താണ് വരുന്നത്. ഇവിടെയാണ് വരിക. കമ്പനികളൊക്കെ വരുന്നത് നിലവിൽ ഉള്ളിലാണ് വരുന്നത്. ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, പുറത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ്. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ നമ്മളെ കിറ്റ് വന്നിട്ടുള്ള പുതിയ കിറ്റ് എനിക്ക് പരിചയപ്പെടുത്താൻ ഇതുവരെ ടൈം കിട്ടിയില്ല, തിരക്കിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കിറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാഗ്നറ്റ് കട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതേപോലത്തെ ഒരു ബോഡിയിലൊന്നും നമുക്ക് അധികം പണിയില്ല. അതേപോലെ തന്നെ ഇതിലാണെങ്കിലും ഇപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഈ ഒരു 3 കട്ടേൻ്റെ ഈ ഒരു L ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സാധനം അടിയിലേക്ക് വെച്ചിട്ട്, ഇപ്പോൾ അതായത് ഇങ്ങനെ വെക്കാം, ഒന്നിങ്ങനെ വെച്ചു, അടുത്തത് ഒന്ന് ഇടപെട്ടിട്ട്, ഇത് 2ാമത്തെ ഗാഡി, ഇത് 3ാമത്തെ ഗാഡിയിൽ ഇത് വെച്ചു. ഈ L ഷേപ്പ് എന്നുള്ളത് അടിയിലേക്ക് വരണം, ഇങ്ങനെ വെച്ചു. ഇനി 4ാമത്തേത് എന്ന് പറയുന്നത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇത് ഇടവിട്ടിട്ട് വെക്കുക. അപ്പോൾ ഇത് സെൻട്രലൈസ് ആയി വന്നു. ഇത്രയേ ഉള്ളൂ ഇത്. ഇനിയിപ്പോൾ നമ്മളെ കോയിൽ ഇടുക എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കോയിൽ വെറുതെ ഇട്ടാൽ മതി, ഫ്രീ ആയിട്ട് കറങ്ങും. അല്ല, നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഈ ഒരു ബോഡിയിലാണ് വരുന്നത് വിചാരിക്കുക, ഈ ഒരു ബോഡിയിലാണ് വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു കട്ട, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു മാഗ്നറ്റ് ഇപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു സ്പേസ് ചെറിയ ഗ്യാപ്പുള്ളൂ, അതായത് ഈ ഒരു കട്ടയ്ക്ക് പകുതിയേ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഈ ഒരു കട്ട നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കനം കുറക്കുക. കനം കുറച്ചിട്ട് ഇതൊന്നും ഗ്രൈൻഡ് ചെയ്ത് കളയരുത്. ഇത് ഇതിൻ്റെ ഗാഡിയാണ്, മാഗ്നറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. നിലവിലുണ്ടതിന് മാഗ്നറ്റ് വൈറ്റ് പ്രതലം കൂടി കൂടുതലുള്ളതുകൊണ്ട് ഇവിടേക്ക് ഒരു 2 mm ഇങ്ങോട്ടേക്ക് 2 mm പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇത് ആ പ്രൊജക്റ്റിംഗ് ഇല്ല, അതായത് മാഗ്നറ്റ് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കട്ടേൻ്റെ ഇതിലൂടെ ഇത് ബാലൻസ് ചെയ്യണത്. പിന്നെ കൂടുതൽ വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാനും പറ്റും. ഇതല്ല, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കട്ട. അപ്പോൾ ഇതിലേക്കാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെക്കുമ്പോൾ, ഇതിനകത്ത് വെക്കുമ്പോൾ ഇത് പകുതിയായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളയാം. അപ്പോൾ ഇതിനകത്തേക്കും അത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ കോയിൽ ഇട്ടിട്ട് ചെയ്യുമ്പോൾ, ഈ കോയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ, ഇപ്പം കോയിൽ നമ്മൾ കുടുക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു പീസ്, ഇതിപ്പോൾ ഒരു കനോപ്പി കട്ട് ചെയ്ത പീസാണ്. ഈ ഒരു പീസ് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഫില്ല് ചെയ്യുക, പരമാവധി എണ്ണം ഫില്ല് ചെയ്യുക. അപ്പോഴാണ് ഇത് സെൻട്രലൈസ് ആയിട്ട് കിട്ടുക. ഇതേപോലെ ഇങ്ങനെ നമ്മൾ ചുറ്റിനും കൊടുക്കുക. ചുറ്റിനും കൊടുത്തിട്ടാണ് നമ്മളിത് താത്തിയിട്ട്, അതായത് ഞാൻ ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ അമർത്തിയിട്ട്, ഇതിപ്പോൾ ഇങ്ങനെ അമർത്തിയതിന് ശേഷം ഒന്നുകൂടി അടിക്കാനുണ്ട്. ഇവിടെയും കൊടുത്ത് ഇവിടെയും കട്ട വെച്ചിട്ട് ഇത് ബാലൻസ് ചെയ്യുക. ഈ പീസ് ഇട്ട് കൊടുക്കുക. ഇത് നിറയേണ് ഇടുക. അപ്പോൾ ഈ കോയിൽ മാഗ്നറ്റും സെൻറ്ററായതിന് ശേഷം നമ്മൾ ഈ ഒരു പീസ് മാഗ്നറ്റുമ്മേലും ഒട്ടിക്കണം. അതേപോലെ തന്നെ ബോഡിമേലും സൂപ്പർ ഗ്ലൂ ഫ്ലെക്സ് കിക്കോ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ച് നിർത്തിയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഈ പീസ് എടുത്താലാണ് നമുക്ക് സെൻറ്ററായിട്ട് കിട്ടുക.
അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കറങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ മാഗ്നറ്റ് ഇങ്ങനെ പിടിക്കും. നമ്മൾ വിചാരിക്കും ഇത് എന്താ ഇപ്പോൾ ശരിയാവുക, എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ കോയിൽ ഇറക്കിയതിന് ശേഷമാണ് മാഗ്നറ്റ് ഒട്ടിക്കേണ്ടത്. അല്ലെങ്കിൽ കോയിൽ അടിക്കണ സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? ഈ മാഗ്നറ്റ് ഒട്ടിച്ച മാഗ്നറ്റ് ഇളകിപ്പോരും. അപ്പോൾ ഫസ്റ്റ് തന്നെ കോയിൽ അടിച്ചിറക്കുക. ഇറക്കിയതിന് ശേഷമാണ് മാഗ്നറ്റ് ഒട്ടിക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ കണക്ഷൻ കൊടുക്കാനൊന്നുമില്ല. കോമൺ ആയിട്ട് ഇപ്പോൾ AC DC വയർ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് AC 230 വോൾട്ട് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ 12 വോൾട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ ഈ ട്രേ കൊടുക്കുന്നു. ഈ ട്രേ ഇവിടെ കൊടുത്ത് ചെയ്യാം. ഇപ്പോൾ ഇതിനുള്ളിൽ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതേപോലെയാണ്. പിന്നെ ഇതിനകത്ത് സ്ക്രൂ ഒന്നും ആവശ്യമൊന്നുമില്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട് സ്ക്രൂ ഇല്ലേന്നൊക്കെ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് പിന്ന് ആണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോയിലിൻ്റെ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡ് പിന്നെ ഇളവില്ല, എന്നിട്ടും പോകില്ല. പിന്നെ ഈ കനോപ്പിയും വെച്ച് കവർ ചെയ്യും. അതോടുകൂടി ബോർഡ് ഇതിനകത്ത് നമുക്ക് പോകില്ല. അതുകൊണ്ട് ഇതിന് സ്ക്രൂവിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ്. പിന്നെ റിമോട്ട് പെയർ ചെയ്യാന്നുള്ളത് പിന്നെ എല്ലാവരും ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഓഫ് ബട്ടൺ നെക്കി പിടിച്ചുകൊണ്ട് ഫാനിലേക്കുള്ള കറണ്ട് ഓൺ ആക്കുക. അതിപ്പോൾ കണക്ട് ചെയ്യണമെന്നൊന്നുമില്ല. സെപ്പറേറ്റ് ഒരു ബോർഡ് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് പെയർ ചെയ്യാനും പറ്റും. ഓഫ് ബട്ടൺ നെക്കി പിടിച്ചിട്ട് ഫാനിലേക്കുള്ള കറണ്ട് കൊടുക്കുമ്പോൾ 2 ബസർ വരും. രണ്ടാമത്തെ ബസർ വന്നാൽ കൈ എടുക്കുക. പിന്നെ റിമോട്ട് പെയറായി. 5 എന്നും 5 കറങ്ങും, 7 എന്നും 7 കറങ്ങും. 7ാമത്തെ സ്പീഡ് എന്ന് പറയുന്നത് ഫുൾ സ്പീഡാണ്. ചിലർ 7 കാണില്ല എന്ന് പറയാറുണ്ട്. ഫുൾ സ്പീഡ് എന്നുള്ള ബട്ടണാണ് 7ാമത്തെ സ്പീഡ്. പിന്നെ എന്നും ആ പെയറിങ്ങിൽ അങ്ങനെ പോകും. പിന്നീട് പെയർ ഔട്ട് ആകുക എന്ന് പറയുന്നത് വേറെ ഒരു റിമോട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതിന് പെയർ ചെയ്താൽ ഈ റിമോട്ട് ഔട്ടാവും, ഈ റിമോട്ട് ചാലുമാവും. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു റിമോട്ട് കൊണ്ട് നമുക്ക് എത്രയും പെയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കിറ്റിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സൊക്കെ ആയപ്പോൾ നമ്മൾ ഫ്രീ ഡെലിവറി ആക്കിയിട്ടുണ്ട്. ഒരു കിറ്റാണെന്നുണ്ടെങ്കിൽ എത്ര കിറ്റാണെങ്കിലും ഫ്രീ ഡെലിവറി കേരളത്തിൽ 1500 രൂപയിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത്. പിന്നെ ഇത് ബോർഡ് ആറ്റംബർഗിനും മറ്റ് ബ്രാൻഡഡ് കമ്പനികൾക്കൊക്കെ കൊടുക്കാവുന്ന ബോർഡിന് 700 രൂപയാണ്. റിമോട്ടിന് 100 രൂപയാണ്. ഇതിന് സർവീസ് ചെയ്യാൻ പറ്റും. വാറണ്ടി ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, വേറെ കമ്പനിയിലായതുകൊണ്ടാണ്. ഇത് നമുക്ക് 1 ഇയർ കൊടുക്കാം ഫ്രീ സർവീസ്. ഇടിവെട്ട് പോലത്തെ ഉള്ള കംപ്ലൈൻറ്റ് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക. കാരണം അത് ബോർഡ് മൊത്തം കത്തിപ്പോകുന്ന സാഹചര്യമാണ്. നോർമൽ ലൈറ്റിനിങ് ആണെങ്കിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസ് വരും, ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഒരു 50-50 നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നോർമൽ കേസുകളെല്ലാം ഫ്രീ ആയിട്ട് 1 ഇയറിൽ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സി ഫോർ ടെക് ബൈ ഫൈസൽ സൈനിങ് ഔട്ട്. ബൈ.